ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? അറിയില്ലേ? എന്നാ എന്നോട് ചോദിക്കും, ഞാൻ പറയാം. ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? നെഹ്റു, ജവഹർലാൽ നെഹ്റു. കറക്റ്റ് അല്ലേ? അല്ല, കുട്ടി ഏതെങ്കിലും വലിയ ക്വിസ് മത്സരത്തില് പങ്കെടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണോ? അയ്യോ അല്ല, പങ്കേട്ടൻ രാഷ്ട്രീയ പ്രവർത്തനാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ആലോചന വന്നപ്പോ മുതല് ഞാൻ ഈ ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ ഈ പൊളിറ്റിക്സ് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. അതെ അല്ലേ? ഇപ്പൊ വരെ പഠിച്ചിട്ട് ജവഹർലാൽ നെഹ്റുവും EMS വരെ എത്തിയുള്ളൂ അല്ലേ? അല്ല, ബാക്കിയുണ്ട്, ഞാൻ പറയട്ടെ? വേണ്ട, ഞാൻ ചോദിച്ചാണ്. അല്ല, പറയണെങ്കി പറയാം. ഇല്ല വേണ്ട, കുഴപ്പമില്ല, ഇനിയും സമയമുണ്ടല്ലോ. അല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നു. അത് ശരി. എന്നിട്ട് ഏതുവരെ എത്തി? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു. ഉച്ചക്കഞ്ഞിക്ക് പയറ് വാങ്ങാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് കാശെടുത്ത് ഐസ്ക്രീം മേടിച്ചു തിന്നായിരുന്നു. അതും തന്നെ എന്റെ സ്കൂൾ ലീഡർ സ്ഥാനം പോയി. അയ്യോന്നും പറയണ്ട, ചേട്ടന്റെ അമൃതം പൊടി കേസൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, അത് ഞാൻ നിരപരാധിയാന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കഞ്ഞിയുടെ കേസിൽ ഞാനും നിരപരാധിയാന്ന് തെളിഞ്ഞായിരുന്നു. അല്ല, അങ്ങനല്ല, ഇത് ഒറിജിനലാ. ഇത് ഒറിജിനലാ. ചേട്ടന്റെ ആലോചന വന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ നമ്മുടെ രണ്ടരം വൈബ് സെറ്റാന്ന്. കല്യാണം കഴിഞ്ഞിട്ട് പങ്കേട്ടനെ എന്ത് അഴിമതി വേണേ കാണിച്ചോ, ഞാൻ കട്ടക്ക് കൂടെ നിന്നോളാം. ഞാൻ അങ്ങനെ അഴിമതിയൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കണില്ല. പിന്നെ കള്ളൻ. അല്ല, എന്നെ ഇഷ്ടായ? അയ്യോ അയ്യോന്നോ? ആയോ? അത് ഞാൻ ചോദിച്ചായോ? ഇഷ്ടായോ? എനിക്ക് ഇഷ്ടായി. എത്ര നേരം എന്താ അമ്മാവ ഇത്ര തിരക്ക് പോവാൻ? എന്താ പിന്നെ ഇവിടെ താമസിക്കാൻ വന്നാ? കണ്ടു താമസിക്കാൻ വന്നാണോ? താമസിക്കണന്നൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പശുക്കളും ഫാമൊക്കെ കണ്ടോണോ? കണ്ടെനിക്ക് ഇഷ്ടായി. അമ്മവാ, നമ്മുടെ കൊട്ടിൽപ്പാട്ട് തൊഴുത്തൊന്നല്ലോ, അടിപൊളി പാവാ. എനിക്ക് കണ്ടിട്ട് കൊതിയ ഇവിടെ നിൽക്കാൻ തോന്നി. അതിനെന്താ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മായിക്ക് ഞങ്ങളുടെ അമ്മാനെ ഇഷ്ടായോ? അമ്മായിയോ? ഇത് ഞങ്ങളുടെ പങ്കമ്മാനല്ലേ, അപ്പൊ പങ്കമ്മാൻ കെട്ടാൻ പോകുന്ന ആള് ഞങ്ങളുടെ അമ്മായി. എനിക്കിഷ്ടായി, അത് ഞാൻ പറയുകയും ചെയ്തു. എന്നെ ഇഷ്ടായെന്നൊന്നും പറഞ്ഞില്ല. പോയാലോ നമുക്ക്? അതിപ്പൊ ഞാൻ ചോദിച്ചു മനസ്സിലാക്കേ. അമ്മാവാ, ഈ അമ്മായി ഇഷ്ടായോ? എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് ഈ ദിവസം മീറ്റിംഗ് കൊണ്ട് മാറ്റി വെക്കണ്ട അമ്മാവാ. അല്ല, പറയാണേ. ഇനിയിപ്പോ ഇതിപ്പോ ഒരു വാക്കല്ലേ, അങ്ങ് പറ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണി വിളിച്ച് പറയാലോ. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എന്നാ വണ്ടിയിലുണ്ടാവാ, നിങ്ങള് സംസാരിച്ചിട്ട് പോയോ? പറയാ ഭയങ്കര നാണാ. ഞാൻ കണ്ടായിരുന്നു, കാല് വെച്ചിട്ട് ഇങ്ങനെ കളവൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നില്ല. പിന്നെ അമ്മായി, ഞങ്ങളുടെ പങ്ക്യാമൻ അങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിച്ചൊന്നും ശീലമില്ല. ആകെ സംസാരിക്കുന്നത് ഞങ്ങളോടൊക്കെയാ. അതുകൊണ്ടാട്ടോ വേഗം പോയേ. അത് കുഴപ്പമില്ല. എന്നാ പിന്നെ ഞങ്ങൾ അമ്മയോടും അമ്മാവനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് പോട്ടെ കേട്ടോ. പോട്ടെ. പിന്നെ അമ്മായി, പ്രസവിക്കാറാകുമ്പോ പറയണം കേട്ടോ. അല്ല, പുള്ളിപ്പോയി ഗർഭിണിയല്ലേ ഫാമിലെ? അതാണോ? പറയാ. അത് പ്രസവിച്ചു കഴിഞ്ഞാലേ അതിന്റെ ഒരു കുഞ്ഞിനെ എനിക്ക് വേണം. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ അമ്മയോട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. പിന്നെ ആ അറ്റത്ത് നിൽക്കണ പശുവിന്റെ കുളമ്പിലേ എന്നാ പോയാലോ? എന്നാ പിന്നെ പറയാട്ടോ. നല്ല അമ്മായില്ലേ? എനിക്ക് ഇഷ്ടായി. എന്റെ അപ്പച്ചി, ആ സമയത്ത് പങ്ക്യാമന്റെ ഒരു വിറയിലും വെപ്രാളും ഒക്കെ ഒന്ന് കാണണ്ടായിരുന്നു. അല്ലേ പുണ്ണേട്ടാ? അപ്പച്ചി, ഇങ്ങനെ ഒരു വിറയിലും വെപ്രാളും ഒരാളും പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടില്ല. പോടാ, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പങ്കിയുടെ പെണ്ണ് കാണാൻ ചടങ്ങിന് പോയിട്ടാണെങ്കിലും നിനക്കൊരു പെണ്ണ് കാണാൻ ചടങ്ങിന് പോകാനോ യോഗം കിട്ടിയല്ലോ. അങ്ങനെ അപ്പച്ചി പറയരുത്, ഞാനും പെണ്ണ് കാണാനൊക്കെ പോയിട്ടുണ്ട്. അതന്നെ, ആ പുണ്യേട്ടൻ എത്ര പെണ്ണ് കണ്ടിട്ടുണ്ട്. ആടി അപ്പുണ്ണേട്ടൻ ഇവിടുന്ന് റെഡി ആയി പോവും. എനിക്ക് ടാറ്റിയൊക്കെ തന്നിട്ടാ പോവാ. കാര്യം ഇവിടെ എല്ലാരും പോയി കഴിഞ്ഞാ പിന്നെ ഈ വീടിന് കാവല് ഞാനാണല്ലോ. എന്നിട്ട് തിരിച്ചു കരഞ്ഞോണ്ടേ വരുള്ളൂ. ഞാൻ വേണം ആശ്വസിപ്പിക്കാൻ. അതെന്തിനാ കരയണെന്ന് വെച്ചാ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ആ പെണ്ണിന് ഇഷ്ടായില്ല എന്ന് പറയും. എപ്പോഴൊന്നുമില്ല കേട്ടോ, അതൊക്കെ അവള് കുറച്ച് കയറ്റി പറയാ. എപ്പോഴൊന്നുമല്ല, ആ മറ്റേ പാൻറ് ഇട്ട് പോയ കഥ പറയട്ടെ. അതൊന്നും പറയണ്ട. എന്താ ചേച്ചി പറ. കുമാരി, അത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു. ഞാൻ പറയാൻ പാടില്ല. ഞാൻ ഇതിപ്പോ എത്ര നാൾ കഴിഞ്ഞു. നമ്മളിപ്പോ പങ്കമാവും പെണ്ണാണാൻ പോയ കഥയാ പറഞ്ഞു. അത് പറഞ്ഞാൽ അതായത് അപ്പുണ്ണേട്ടൻ ഇവിടുന്ന് പാൻറ്റൊക്കെ വലിച്ചു കയറ്റി ഷർട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് ടാറ്റിയൊക്കെ തന്ന് പോയി അവിടെ എത്തിയിട്ട്
പെണ്ണൊക്കെ കണ്ടു കഴിയുമ്പോ പെണ്ണിനും ചെക്കനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പുറത്തുനിന്ന് സംസാരിക്കാന്ന് പറയല്ലോ. സ്വാഭാവികമായിട്ടും അപ്പുണ്ണിയേട്ടൻ പുറത്തിറങ്ങി ആദ്യം എന്തായിരിക്കും നോക്കുക? പറമ്പ്, അവിടെ എന്തൊക്കെ ചെടിയുണ്ട്, മരണ്ട് എന്നൊക്കെ അല്ലേ. അപ്പോഴാണ് അവിടെ കുരുമുളക് വള്ളിയിൽ കുരുമുളക് ഉണ്ടായി കിടക്കണ കണ്ടത്. എന്നിട്ട് അപ്പൊ അതിന്റെ ഒരു മൂപ്പ് നോക്കണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ കയ്യാലപ്പുറത്ത് കയറി അതിലിങ്ങനെ എത്തിപ്പിടിച്ച് നിൽക്കുമ്പോഴാ പെണ്ണ് വന്നത്. അപ്പുണ്ണിയേട്ടൻ പെട്ടെന്ന് ചാടി ഇറങ്ങി. അതെ, എന്റെ ഊരിയപ്പോ തന്നെ ഞാൻ പിടിച്ച് കേട്ടിട്ടുണ്ട്. ഊരി പോയിട്ടൊന്നുമില്ല. അങ്ങനെ കല്യാണം മുടങ്ങി. അങ്ങനെയല്ല കല്യാണം മുടങ്ങിയത്. അതുകൊണ്ട് ഇഷ്ടമല്ലാതെ അപ്പച്ചി, അതെ പാന്റ് ഇട്ട് പോയതുകൊണ്ടാ. മുണ്ടെടുത്താൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. മുണ്ടെടുത്ത കഥ ഞാൻ പറയാവേ. വേണ്ട, ഇനി കഥ പറയണ്ട. അതെ, വേണ്ട 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 കുമാരി വേണ്ട. അപ്പച്ചി, നമുക്ക് പങ്കിയമാവന്റെ പെണ്ണുകാണാമായി കഥ പറയാം. നിക്കട്ടെ. അപ്പച്ചി പെണ്ണുകാണാനൊക്കെ വന്നിട്ടുണ്ടാവല്ലോ. ഇതുപോലെ എന്തെങ്കിലും കഥയുണ്ടോ? അപ്പച്ചിക്കാ പെണ്ണുകാണാൻ വന്ന കറിയോ? എന്തേ? അപ്പച്ചി പ്രേമിച്ചല്ല. ആ ഇഷ്ടപ്പെട്ട ആള് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ച് കല്യാണം കഴിച്ചോണ്ട് കൊണ്ടുപോയി അല്ല അപ്പച്ചി? അത് ശരിയാണല്ലോ. ആ ആളെഴുതി കത്തല്ലേ അന്ന് അച്ഛന്റെ മോളിൽ നിന്ന് കിട്ടിയത്? നാണം കണ്ടോ? ഞാൻ നാണം വന്നു കണ്ടോ? അതൊക്കെ പോട്ടെ, ഈ വിഷയത്തിലോട്ട് പോവാ. എടാ, പങ്കിയുടെ പെണ്ണിന്റെ വീടും പരിസരമൊക്കെ എങ്ങനെയുണ്ട്? എന്റെ അപ്പച്ചി വലിയ വീടാ. വലിയ വീടും വലിയ പറമ്പൊക്കെ ഉണ്ട്, വയലൊക്കെ ഉണ്ട്. പിന്നെ തൊഴുത്തുണ്ട്. തൊഴുത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ തൊഴുത്തൊന്നല്ല. 4-5 പശുക്കളൊന്നുമില്ല, ഫാമാണ്. പുള്ളി പശു ഉണ്ട്, ജേഴ്സി ഉണ്ട്. കൊതിയായി കണ്ടിട്ട്. നമ്മുടെ പങ്കിയമാവനാണ് ചെന്നാ പാട് കേട്ടുട്ടാ. പങ്കിയമാവൻ കാടിവെള്ളം കളിക്കണേ. പങ്കിയമാവന്റെ നടു കൊടുക്കും. അല്ല, ഇതൊക്കെ അപ്പുണ്ണിയേട്ടൻ എപ്പോഴാ പോയി കണ്ടേ? ഞാനേ പങ്കിയമാവനും പെണ്ണും കൂടി സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ ഇപ്പുറത്ത് പോയിട്ട് പറമ്പൊക്കെ കണ്ടു. ആണോ? അല്ല, ഈ പെണ്ണിന് എത്ര മുടിയുണ്ട്? മുടിയൊന്നും ഞാൻ നോക്കിയില്ല. പിന്നെ എന്താ പോയിട്ട് കണ്ട്? ഞാൻ പറഞ്ഞില്ലേ, 4 പുള്ളി പശു, 5 ജേഴ്സി, പിന്നെ പൂവാലിയുണ്ട്. പുടി, നീ പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണ് കാണാൻ പോയതാണോ അതോ പശുവിനെ കാണാൻ പോയതാണോ? ഞാൻ രണ്ടും കണ്ടു. അങ്ങോ കണ്ടു, താളി ഓടിച്ചു. അപ്പച്ചി, ഇനി എന്തൊക്കെ ചടങ്ങുകളല്ലേ? കൃത്യമായിട്ട് ധാരണ ഇല്ലാത്തോണ്ട് ചോദിക്കാ. എങ്ങനെ ധാരണ ഉണ്ടാകാനോ? മുതലി ആടിയും ചാക്കിനകത്ത് ഊന്നിയിട്ടൊക്കെ വന്നവരല്ലേ എല്ലാരും. ധാരണ കാണുകയല്ല. അയ്യോ, ആലോചിച്ച് കല്യാണം കഴിച്ചതിന്റെ ഗമ. അപ്പച്ചി പറ. എന്നായിക്കോട്ടോ, ഈ ചടങ്ങുകളുടെ ഒരു ബഹളമായിരിക്കും. ആണോ? ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ആളുകൾ ഇങ്ങനെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും. നല്ല രസമായിരിക്കും. അപ്പച്ചിയുടെ മരുമോള് വിളിക്കുന്നു, മരുന്നകൊക്ക. അവിടെ തന്നെ നിന്നെ വിളിക്കുന്നത്. അതെന്തിനാണ് എടുത്താലേ അറിയുള്ളൂ. എടുത്തോക്ക്. ഹലോ അക്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അത് അവിടെയാണല്ലോ. അയ്യോ, അതങ്ങനല്ല അക്ക, തീരുമാനിച്ചൊന്നുമില്ല, ആലോചിക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല അക്ക, ശരി. പിന്നെ അപ്പച്ചി എടുത്തുണ്ട്, കൊടുക്കട്ടെ? വേണ്ടാന്നോ? എന്നാ ശരി അക്ക, പിന്നെ വിളിക്കാം. എന്താ ചേച്ചി, പങ്ക്യാമന്റെ കല്യാണം ആലോചിക്കുന്ന അവരോട് പറഞ്ഞില്ലല്ലോ, അതിന്റെ പരാതി പറയാൻ വിളിച്ചതാ. അവരെങ്ങനെ അറിഞ്ഞേ? ചേച്ചി മാട്രിമോണിയിലൊക്കെ കൊടുത്തിട്ടില്ലേ? അത് മലയാള പത്രത്തിലല്ലേ കൊടുത്തത്, അതെങ്ങനെ തമിഴ് പത്രത്തിൽ വരണേ? എന്റെ അപ്പുണ്ണിയേട്ടാ, ഇതൊക്കെ ഓൺലൈൻ ആയിട്ടും വരും. പിന്നെ ഉത്തമേട്ട മലയാളിയല്ലേ, ഇതൊക്കെ വായിക്കൂലേ? അങ്ങനെ അറിഞ്ഞായിരിക്കും. എന്നിട്ട് ഇപ്പൊ എന്ത് പറഞ്ഞാ വെച്ച്? എന്ത് പറഞ്ഞു വെക്കാൻ, ആ പരാതി പറയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെ അപ്പച്ചി അന്വേഷിച്ചു പറയാൻ പറഞ്ഞു. അതിന് എന്നെ ആട്ടുന്നേ. നിന്നെ അല്ലേ ആട്ടിയത്, അവളെ ആട്ടിയത്. ചായ ഉണ്ടോ? ചേച്ചി ചായ ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഒരു ഗ്ലാസ് ഇപ്പൊ എടുക്കാവേ.
ഇതെന്താ അമ്മാവ വല്ല നേർച്ചയാണോ? നേർച്ചയാ? ആ ഫോൺ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നേ. അടിക്കട്ടെ അങ്ങട്. എന്നിട്ട് അമ്മാവനെന്താ എടുക്കാത്തേ? എന്തിനാ ഞാൻ എടുക്കണേ? ആ ഒരു ആവശ്യമില്ലാത്ത ഫോണാ കുട്ടിയെ. പങ്കിയമ്മ ഫോൺ എടുത്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ ആവശ്യമുള്ളതാണോ ഇല്ലാത്താണോന്ന്. ആ ചില ഫോൺ എടുത്തു നോക്കാണ്ട് തന്നെ അറിയാം ആവശ്യമില്ലാത്തതാണ്. അപ്പൊ പങ്കിയമ്മന് നല്ല പരിചയമുള്ള ആരാണല്ലോ വിളിക്കണേ, അതാ എടുക്കാത്തെ. നല്ല പരിചയമുള്ള ആളൊന്നല്ല, പരിചയമുണ്ട് അത്രേ ഉള്ളൂ. അതാരാ? പാർട്ടിക്കാരാ? പാർട്ടിക്കാരൊന്നല്ല കുട്ടി, അത് രാധികയാണത്. ആരാധികയോ? അമ്മാവന് ആരാധികയൊക്കെ ഉണ്ടോ? ചേച്ചി പങ്കിയമ്മന് ആരാധിക ഉണ്ടത്. പിന്നെ സിനിമ നടനല്ലേ, ഈ കാവല പ്രസംഗത്തിനൊക്കെ എവിടുന്ന് ആരാധിക ഉണ്ടാവാനാടി? ആരാധിക അല്ല കുട്ടിയെ, നിങ്ങളൊക്കെ കൂടി എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടേയില്ലേ ആ അഞ്ചുമനയിലെ രാധിക. വിളിച്ചോ? അമ്പടെ കള്ള ഫോൺ വിളിയൊക്കെ തുടങ്ങിയല്ലേ? എന്ത്? അല്ല ഫോൺ വിളിയൊക്കെ തുടങ്ങിയല്ലേ? ആര് ഫോൺ വിളി തുടങ്ങി? പങ്കിയമ്മ ഫോൺ എടുത്ത് സംസാരിക്കേ. എന്തിനാ? എനിക്കൊരാളോട് സംസാരിക്കണ്ട. എത്ര നേരായി വിളിക്കണു? എന്ത് കാര്യത്തിനത്? എന്റെ അമ്മാവ ഞങ്ങൾ ഇങ്ങനൊക്കെ തന്നെയായിരുന്നു ഫോൺ വിളിക്കുന്നേ. വിളിച്ചിട്ടേ നമ്മൾ കഴിച്ചോ കുടിച്ചോ ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നത്, ഡ്രസ്സിന്റെ കളർ എന്താ, പല്ല് തേച്ചോ, അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്ന. എടുക്ക്. അതേ നിങ്ങളല്ല ഞാൻ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. വേറെ ആള് വിളിച്ചു ചോദിച്ചിട്ട് വേണ്ട. എന്റെ പങ്കിയമ്മ തുറന്ന് സംസാരിക്കണത് എന്തുകൊണ്ടും നല്ലതാണ്. എന്താണാവോ? ഈ കല്യാണത്തിന് മുമ്പ് എല്ലാം തുറന്ന് സംസാരിക്കണത് നല്ലതാണെന്ന്. കല്യാണം കഴിക്കാണ്ടിരുന്നാ പോരെ? ഈ പങ്കിയമ്മന്റെ ഒരു കാര്യം ദേ, സാധാരണ നിശ്ചയം കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ വിളിക്കാറ്, ഇതിപ്പോ ആ കൊച്ചിന് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇപ്പോഴേ വിളിക്കണേ. ഓ അന്ന് അവിടെ കിടന്ന് വിളിച്ചോട്ടെ, എനിക്ക് അതിന് നേരമില്ല. പങ്കിയമ്മ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ഉണ്ട് എന്ന് ഓർത്തിട്ട് സംസാരിക്കാതിരിക്കൊന്നും വേണ്ട. ഞങ്ങൾ വേണേ അങ്ങോട്ട് മാറിക്കാം. എന്തിന് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാണ്ടിരിക്കണേ? നിങ്ങൾ എവിടേക്കും മാറണ്ട. ഔ നിങ്ങളൊരു സൗകര്യം ചെയ്തു തരണോ? എടി ആ ഫോൺ എടുത്ത് വിളിച്ചേ. എന്തിനെ? ഞങ്ങൾ വിളിച്ചോളാം. അതിന് വിഷമാവും പങ്കിയമ്മ. ചേച്ചി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, വേണ്ട. പെൺകുട്ടികളുടെ മനസ്സ് പഠിക്കാൻ പങ്കിയമ്മനായിട്ടില്ല, അതാണ്. എന്താ ഈ കാണിക്കണേ? പക്ഷെ എടുക്കണില്ല, അത് പിണങ്ങി പോയി തോന്നുന്നു. അന്നേരം തന്നെ ഫോൺ എടുത്തിട്ട് തരൂ. ഹലോ രാധികയല്ലേ? രാധിക ചേച്ചി രാധികല്ലേ? രാധിക അമ്മായി. ആ രാധിക അമ്മായി ആ കുമാരിയാണ്. ആ പങ്കിയാമ്മന്റെ മരുമോളായിട്ട് വരും. ടർപ്പായല്ല, കയറ് കയറ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അതെ പങ്കിയാമ്മൻ കൊറേ നേരം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. അപ്പൊ പങ്കിയാമ്മന് ഒരു ടെൻഷൻ, അമ്മായി പിണങ്ങിയാലോന്ന്. അതുകൊണ്ട് എന്റെ കയ്യിൽ ഫോൺ ഉണ്ട് തന്നിട്ട് അന്ന് വിളിച്ചതാ മോളേന്ന്. ആ പങ്കിയാമ്മന് ഇങ്ങനത്തെ ശീലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാട്ടോ. ആ ഇവിടെ ബഹളം നിൽക്കുക, ഫോണ് താന്ന് പറഞ്ഞിട്ട്. അതേ കൊടുക്കാം. എനിക്ക് വേണ്ടല്ലോ. ഹലോ ഹലോ. ആ സുഖം തന്നെയല്ലേ? എനിക്കിവിടെ സുഖാണ്. അതെ വിശേഷമൊന്നുമില്ലല്ലോ. എന്നാ ശരി വെക്കട്ടെ. എന്ത് കാണേ? നമ്മളല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ടേ, വീണ്ടും കാണേ? നോക്കാം. അല്ല ആ കുട്ടീനല്ല, ഞാനേ ഇവിടെ ഇല്ല അങ്ങനെ ആരെയും കൊല്ലാനല്ല. എന്നാ ശരി എന്നാട്ടോ, ആയിക്കോട്ടെ ശരി, പിന്നെ വിളിക്കാം. എന്നാ വെക്കട്ടെ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തിനാണെന്ന് അതെ എവിടെ കാണാൻ പോണെന്ന് പറഞ്ഞ ഞങ്ങളും വരാം. അതെ എന്നാ നിങ്ങൾ ആദ്യം പോ, എന്നിട്ട് പിന്നെ ഞാൻ പിന്നാലെ വരാം. അല്ല ഞങ്ങള് മാറി നിന്നോളാം. എവിടേക്ക് മാറി? ഞാൻ എവിടേക്ക് പോകില്ലാന്ന്. അമ്മയെ കാണാൻ പോണ്ടേ? കുമാരി നീ നിന്റെ പണി എന്താ പോയി നോക്കിയോട്ടെ, മനുഷ്യനെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ കൊണ്ടുപോകാതെ പോവാൻ വേണ്ടിട്ടല്ലേ. ഞങ്ങൾ ഇല്ല പങ്കിയാമ്പം പോയാൽ മതി തന്നെ. വേണ്ടാത്തോരെ കാര്യങ്ങൾ ചെയ്ത് എന്ത് കാര്യം എന്താ പെണ്ണിനെ വിളിക്കണ്ടേ? എന്റെ അമ്മാവ ഞങ്ങളുടെ ഭാവി അമ്മായിയല്ലേ, അപ്പൊ ഞങ്ങള് സംസാരിച്ചിരിക്കണ്ടേ? അതിനെന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ അടുത്ത് പറയോ കാണണമെന്ന്? പിന്നെ അയ്യേ ഇത് കണ്ടവരെ കാണുന്നല്ലേ, പങ്കിയാമ്പനെ കാണുന്നല്ലേ പറഞ്ഞേ. എന്തെങ്കിലും കാര്യമായിട്ട് പറയാണ്ടാവും. ഒന്നും കാര്യമായിട്ട് എനിക്ക് പറയാനില്ലല്ലോ. പങ്കിയാമ്മ പറയണ്ട, അത് പറയുന്നത് കേക്കാലോ. നിനക്കിപ്പോ എന്താ പ്രശ്നം? പങ്കിയാമ്മ പോയിട്ട് അമ്മായി കാണണം. എനിക്ക് സൗകര്യം ഇല്ല. എനിക്ക് അല്ലാത്തവരെ കാണാൻ പോവാന്നായിരുന്നില്ല എനിക്ക് ഇവിടെ. പിന്നെ ഇനിയിപ്പോ ഞാൻ ആവശ്യമില്ലാതെ കണ്ണി കണ്ട ആൾക്കാരെ കാണാൻ പോകാനൊന്നും ഒരു കുഴപ്പമില്ല, പാർട്ടി കൂട്ടിന്നും പറഞ്ഞോണ്ട്. ആവശ്യമുള്ള ഒരു കാര്യത്തിന് ആ അമ്മായിയുടെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാലോ
നാളെ ഇവിടെ ഒന്ന് അമ്മായിയുടെ കയറണം. മനസ്സരിച്ച ഒരു കുഴപ്പമില്ല. പാർട്ടിയിൽ എന്റെ ജീവിതം അത്. എന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാ ഞാൻ പോണേ. എന്റെ അമ്മാവ അമ്മാവന്റെ ഭാവി ജീവിതമല്ല ഈ രാധിക അമ്മായും. അതെ, നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ പണി നോക്കി പോയേ. ഞങ്ങളും ഇല്ല. എന്നാ നിങ്ങൾ പോണ്ട, ഞാൻ പോയിക്കോളാം. അമ്മാവ ചായ. ചായ വേണ്ട എനിക്ക്. ചായ വെറുതെ കാര്യമില്ലാണ്ട് ഓരോ കാര്യങ്ങളും കേൾക്കട്ടെ. എടി, ഇത് വെറുതെ ദേഷ്യം അഭിനയിക്കണതാ. നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ളതാണോ? ആ എന്നാലേ ഒറ്റ കാഴ്ചയിൽ ഫോൺ വിളി വരെ എത്തിയില്ലേ കൊച്ചു കള്ളൻ. അയ്യോ, എന്റെ കറി മാറിയേ. നിങ്ങളെ എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? അല്ല, ഞാനേ നമ്മുടെ പങ്കിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. എന്തോന്ന്? ഈ പെണ്ണ് കാണാൻ പോകുമ്പോഴേ ഒരു 4-5 പെണ്ണിനെങ്കിലും കാണണം. ഈ ഓണത്തിനെ കണ്ടിട്ടാ കാര്യം. ഇപ്പൊ പോയി കണ്ടതിന്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ആലോചിക്കാം. അങ്ങനെയൊക്കെ നോക്കിയിരുന്ന സമയം അങ്ങ് പോകും. ഇപ്പൊ തന്നെ അവൻ സമയം തെറ്റിയാ കല്യാണത്തിൽ കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ. ആ, താങ്കളേത് അങ്ങോട്ടാ? ഒരു കല്യാണം ഉണ്ട് മകളെ, അവിടെ പോയി ഈ മുഖം ഒന്ന് കാണിച്ചു പറഞ്ഞു. ആങ്ങളിങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ പോയി മുഖവും കാണിച്ച് കല്യാണം നടത്തി നടന്നു. അളിയൻ ചെറുക്കന്റെ കല്യാണം നടത്താൻ വല്ല പ്ലാൻ കൊണ്ടോ? എടാ, അവൻ പെണ്ണ് കണ്ടതല്ലേ ഉള്ളു, സമയം കിടക്കല്ലേ ഇനി? കണ്ടെന്ന് വെച്ച് വേറെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആ ബ്രോക്കറെ ഒന്ന് വിളിക്കാം. എന്നാ ഇപ്പൊ വിളിക്കാനേ. എടാ, ഇപ്പൊ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഇതിന് സന്ദർഭവും സമയവും കാലവും ഒക്കെ ഇല്ലയോ? ജോസിനെ വിളിച്ചോണ്ട് കവടി നിരത്തി സമയവും സന്ദർഭമൊക്കെ നോക്കി നടത്തിയാൽ മതി. എനിക്കിതൊക്കെ കേൾക്കുമ്പോഴൊക്കെ ദേഷ്യം വരുന്നു. ഇതെന്തോ ഇത്, എന്തൊരു വെപ്പറാണോ മകളെ ഇത്? എന്തോ ഇത്? മലമണിയേ, ദാണ്ടടി നിന്നെ മോൻ. അമ്മ എന്താ പുതിയ വെള്ളയാണല്ലോ? അല്ലല്ലോ, കുറച്ച് പഴയതാണല്ലോ. മാമിയാരേ, അങ്ങോട്ട് മാറി നിൽക്കണേ. എന്താ മാമിയാർ ഇത്ര ദേഷ്യത്തില്? ഇങ്ങോട്ട് ഫോൺ വിളിച്ചാ നിനക്ക് എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അത് അപ്പടിയൊന്നുമല്ല. മാമിയാരോട് എനിക്ക് നിറയെ വാർത്തി പേസണോ. അത് അന്ന് എനിക്ക് അത്ര സംസാരിക്കാൻ സമയമില്ലായിരുന്നു, അതുകൊണ്ടല്ലേ മാമിയാരെ. അല്ല, നീ എന്താടാ ഓട്ടോ പിടിച്ചു വന്നേ? നിന്റെ വണ്ടി എന്ത്? അതെ മാമ, 3 പേര് കൂടി 2 വീലർ വന്ന പോലീസ് വിളിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ വന്നത്. അതാരാ? ഞങ്ങളെ കൂടാതെ ഒരാളും കൂടി കൂടെ ഉണ്ട്. അതാരാ? രുക്മിണി, രുക്മിണി. വണക്കം മാമ. അയ്യോ, വണക്കം. വണക്കം മാമി. നീ വിജയ കല്യാണം കഴിച്ചോടാ? എന്റെ പൊന്നമ്മ ഒന്നും മിണ്ടാടി. ഇത് മരതകത്തിന്റെ ചിറ്റപ്പന്റെ മോളാ രുക്മിണി. ഞങ്ങള് രുക്കൂന്ന് വിളിക്കും. രുക്കു കേട്ടില്ലേ? അത് ശരി. അപ്പൊ ചിറ്റപ്പന്റെ മോളെ കേരളം കാണിക്കാൻ കൊണ്ടുവന്ന അലിയോത്തമാ? കേരളം കാണിക്കാൻ വേണം, കേരളത്തിലുള്ള ആൾക്കാരെ കാണിക്കണം. അതാടാ കേരളത്തിലുള്ളവര്. അതെ, ഇവിടെ പങ്കിയമ്മാവന് കല്യാണാലോചന ഒക്കെ തുടങ്ങിയ. നീ പങ്കിക്ക് കല്യാണാലോചന കൊണ്ടുവന്നതാണോ? അല്ല, അങ്ങനെ ഇല്ലാണ്ടില്ല. ഇപ്പൊ പങ്കിയമ്മാവന് നിർബന്ധമൊന്നുമില്ല കേരളത്തിൽ തന്നെ പെണ്ണ് കിട്ടണമെന്നു. തമിഴ്നാട്ടിൽ നിന്ന് ആവാല. എന്നിട്ട് പങ്കിയമ്മാവൻ എന്ത് ചെയ്യും? അവനകത്തെങ്ങാനും കാണും. ആ, അല്ല, അമ്മാവൻ പുറത്തേക്ക് പോകാൻ നിൽക്കണം. എടാ, ഒരു കല്യാണം ഉണ്ടായിരുന്നടാ. എന്നാ പിന്നെ അമ്മാവൻ നടന്നു പോകണ്ട, ഞങ്ങൾ വന്ന ഓട്ടോയിൽ അങ്ങ് വെക്കും. അയ്യോ, വലിയ സന്തോഷം. എനിക്ക് ആ ജംഗ്ഷൻ വരെ നടന്നു പോകണ്ടല്ലോ. ഞാനുള്ളപ്പോ അമ്മാവൻ നടന്നു പോകാനാ. അമ്മാവൻ ഓട്ടോയിൽ പോയാൽ മതി. പിന്നെ അവിടെ ഇറങ്ങി കഴിയുമ്പോ ആ ഓട്ടോക്കാരന്റെ പൈസ കൊടുത്തേക്കണേ. ജംഗ്ഷനിൽ നിന്നുള്ള കാശല്ലേ? അതെ, അതേ കൊടുത്തേക്കാം. പാലക്കാട് ജംഗ്ഷൻ. പാലക്കാടോ? ആ, അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് കണക്ഷൻ ട്രെയിൻ ഉണ്ടായില്ല. ഈ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ ബസ്സിൽ പോകാൻ? അതിന് ഞാൻ പൈസ നോക്കിയില്ല, ഒരു പ്രശ്നവും എനിക്കില്ല. ഓട്ടോ വിളിച്ചു പോകുന്നു. എന്നാ പിന്നെ ഈ ഓട്ടോ നിനക്കങ്ങ് വിലക്ക് മേടിച്ചാ പോരായിരുന്നോ? അത് അവിടെ ഇറങ്ങിയിട്ട് പുള്ളിയായിട്ടൊന്ന് സംസാരിച്ചു നോക്കും. അതെ, ഇനി നിന്ന് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ചാർജ് കൂടും. പൈസ ഒത്തിരി ആവുമല്ലോടാ. ഇല്ല, നീ മുറ്റത്ത് കാല് കുത്തിയാ കാശ് ചിലവാണല്ലോടാ. ഞാൻ ശുക്രനാണ്. വാ മക്കളെ.
ഇവളെന്നെ പറ്റി വല്ലതും പറഞ്ഞായിരുന്നോ? ஆமா நீங்க ரொம்ப நல்லவங்க, ரொம்ப நல்ல மனசு, பாசமானவங்கன்னு, ரொம்ப அழகா இருப்பீங்க. അയ്യോടാ. പാവങ്ങളെ. ഇനി ഞാനും നിന്നെ റുക്കൂന്നേ വിളിക്കൂ. ஐயோ അവര് സെറ്റായിട്ടാ. പിന്നെ മാമ നമ്മൾ ചെന്നൈയിൽ നിന്നാണ് ഓട്ടോ വിളിച്ചതെന്ന് എന്താ ചൊല്ലാതിരുന്നത്? അത് അമ്മാവൻ ഓട്ടോറിക്ഷ കയറിയിട്ട് ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുക്കുമ്പോ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞോളൂ. ഒരു സർപ്രൈസ് കൊടുത്ത അമ്മാവന്. മാമോടൊരു കാര്യം. അതെ 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 ഇല്ല 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 ആ അതെ അല്ലേ